അങ്ങനെ വർഷങ്ങൾ നീണ്ടുന്ന പരിശ്രമത്തിനൊടുവിൽ ബ്ലെസ്സിയും സംഘവും ആടുജീവിതം സ്ക്രീനിലെത്തിയ ദിവസമായിരുന്നു മാർച്ച് 28. ആദ്യ ദിനം ചിത്രം ബോക്സ് ഓഫീസിൽ നേടുന്ന കുതിപ്പ് കാണുമ്പോൾ മഞ്ഞുമലിലെ പിള്ളേര് ഒന്ന് കരുതിയിരിക്കേണ്ടി വരും. ഒറ്റ ഒരുത്തൻ മരുഭൂമിയിൽ നിന്ന് സകല റെക്കോർഡുകളും പിഴുതെറിയാൻ പോകുന്നു എന്നാണ് ട്രാക്കർമാരുടെ പക്ഷം. അപ്പോൾ ആദ്യ ദിനം ബ്ലെസ്സിയുടെയും പൃഥ്വിയുടെയും ആടുജീവിതം വാരിക്കൂട്ടിയത് എത്രയെന്ന് നോക്കാം. ഏത് വമ്പന്മാരൊക്കെയാണ് വീണതെന്നും പരിശോധിക്കാം. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ നിന്ന് ഔദ്യോഗിക കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് 5.83 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്നും ആദ്യ ദിനം വാരിക്കൂട്ടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ചിത്രത്തിൻ്റെ 2.9 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാവിലെ ഓരോ മണിക്കൂറിലും 17,000 ടിക്കറ്റിനടുത്താണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. ഈ വർഷം റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമ എന്ന റെക്കോർഡാണ് ചിത്രം ആദ്യം തിരുത്തിയത്. 5.85 കോടിയുമായി മലൈക്കോട്ടെ വാലിബനാണ് ഒന്നാമത്. മഞ്ഞുമൽ ബോയ്സ് 3.35 കോടിയും, ഓസ്ലർ 3.10 കോടിയും, ഭ്രമയുഗം 3.05 കോടി എന്നിവയാണ് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തിൽ കസറിയ മലയാള സിനിമകൾ. ഓൾ ടൈം റെക്കോർഡിൽ കേരളത്തിലെ ആദ്യ ദിന കളക്ഷനിൽ വാലിബനെയും കിങ് ഓഫ് കൊത്തയെയും ഭീഷ്മയെയും തൂക്കി 5ാം സ്ഥാനത്താണ് ആടുജീവിതം. 7.33 കോടിയുമായി നിലവിൽ ഒടിയൻ തന്നെയാണ് ഒന്നാമത്. 6.80 കോടിയുമായി മരക്കാർ രണ്ടാമതും, 6.55 കോടിയുമായി ലൂസിഫർ 3ാം സ്ഥാനത്തുമുണ്ട്. 6.25 കോടിയുമായി വാലിബൻ തൊട്ടു പിന്നിലുണ്ട്. 5.81 കോടിയുമായി ഭീഷ്മയാണ് ആടുജീവിതത്തിന് തൊട്ടു പിന്നിൽ. കൊത്തയുടെ ആദ്യ ദിന കളക്ഷൻ 5.75 കോടിയാണ്. കേരള ബോക്സ് ഓഫീസിൽ റിലീസിന് 12 കോടി കളക്ഷൻ നേടിയ ദളപതി വിജയ് നായകനായ ചിത്രം ലിയോയാണ് 1ാം സ്ഥാനത്ത്. 7 കോടി നേടി KGF 2 2ാം സ്ഥാനത്തുണ്ട്. തൊട്ട് പിന്നിൽ ഒടിയൻ. ആടുജീവിതത്തിൻ്റെ ആദ്യ ദിന ആഗോള കളക്ഷൻ 15 കോടി കടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 7 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചതെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം 1 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായും ആടുജീവിതം മാറിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇത് പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിങ്ങുമാണ്. തിയേറ്റർ ഓക്യുപ്പൻസിയിൽ മലയാളത്തിൽ 57.79%, കന്നഡയിൽ 4.14%, തമിഴിൽ 17.84%, തെലുങ്കിൽ 14.46%, ഹിന്ദിയിൽ 4.14%. മിഡിൽ ഈസ്റ്റിൽ UAE എത്തിയ ചിത്രം വൻ പ്രതികരണമാണ് നേടിയത്. 389 ഷോകളിൽ നിന്നായി UAE നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം നേടിയത് 2.18 കോടിയാണ്. നജീബിൻ്റെ മരുഭൂമിയിലെ ദുരിത ജീവിതം വെള്ളിത്തിരിയിലെത്തുന്നു എന്ന ഹൈപ്പിൽ ചിത്രത്തിൻ്റെ റിലീസ് സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. 15 വർഷത്തിന് മുമ്പ് തുടങ്ങി വെച്ച സിനിമാ ചർച്ച 2008 പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018 ചിത്രീകരണം ആരംഭിച്ചത്. വലിയ മുതൽ മുടക്കിൽ ഏറെ നാളുകൾ നീണ്ടുപോയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്. ആദ്യ ഷോ മുതൽ ചിത്രം നേടിയത് മുഴുവൻ പോസിറ്റീവ് റിപ്പോർട്ടുകളായിരുന്നു. ബ്ലെസ്സിയുടെ സംവിധാന മികവിനെക്കുറിച്ചും പൃഥ്വിരാജിൻ്റെ ഹാർഡ് വർക്കിനെക്കുറിച്ചുമാണ് സിനിമ കണ്ടവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുണ്ടായിരുന്നത്. AR റഹ്മാൻ്റെ സംഗീതവും സുനിൽ KSൻ്റെ ഛായാഗ്രഹണവും റസൂൽ പുക്കുടിയുടെ ശബ്ദ മികവുമെല്ലാം സിനിമയുടെ ക്വാളിറ്റി ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് പുറമെ മറ്റ് അഭിനേതാക്കളും പ്രകടനം കൊണ്ട് ഞെട്ടിച്ചിരുന്നു. മഞ്ഞുമൽ ബോയ്സും പ്രേമലവും നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുകയാണ് ആടുജീവിതം. കേരളത്തിന് പുറത്തെ തിയേറ്ററുകളിൽ വൻ സ്വീകാര്യതയാണ് ചിത്രം നേടുന്നത്. പല സെൻറ്ററുകളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് നടക്കുന്നത്. അവധി ദിനങ്ങൾ കൂടി വരുന്നതോടെ ചിത്രം ബോക്സ് ഓഫീസിന് തീയിടുമെന്ന് ഉറപ്പാണ്. അതേസമയം 2024 മലയാളത്തിന് നല്ല വർഷമാണ്. 2024 ആദ്യ ഭാഗത്തിൽ കേവലം 3 മാസം കൊണ്ട് മലയാള സിനിമ ആഗോള വിപണിയിൽ നിന്നും വാരിക്കൂട്ടിയത് 500 കോടിയിലേറെ രൂപയാണ്. ഓസ്ലറിലൂടെയായിരുന്നു മലയാളത്തിൻ്റെ ശുക്രദശ തെളിഞ്ഞത്. അതിനു മുമ്പെത്തിയ വാലിബൻ ആദ്യ ദിന കളക്ഷനിൽ ഒരു കുതിപ്പ് നടത്തിയെങ്കിലും ലോങ് റണ്ണിംഗ് ഉണ്ടായില്ല. എന്നാൽ 40 കോടിക്ക് മുകളിൽ വാരിക്കൂട്ടി ഓസ്ലർ തിരികൊളുത്തി. പിന്നെ ഹിറ്റുകളുടെ പെരുമഴ. തിയേറ്ററിൽ ആളില്ലെന്ന് വിലപിച്ച തിയേറ്റർ ഓണേഴ്സിനെ വരെ ഞെട്ടിച്ച് ജനം തിയേറ്ററിലേക്ക് പിന്നെയും എത്തി. അന്വേഷിപ്പിൻ കണ്ടെത്തും, ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് തുടർച്ചയായി ഹിറ്റുകൾ. വെറും ഹിറ്റല്ല, ഇൻഡസ്ട്രി ഹിറ്റ്. 200 കോടി കടന്നിട്ടും മഞ്ഞുമലിലെ പിള്ളേർ വിശ്രമിച്ചില്ല. സൗത്ത് ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ നിന്ന് പണം വരുന്നത് തുടർന്ന് പ്രേമലു. വ്യാവസായിക വിജയത്തിനപ്പുറം സൗന്ദര്യപരമായും മികച്ച സിനിമകൾ തന്നെയായിരുന്നു ഓരോന്നും. വ്യത്യസ്ത ജോണറുകളിലുള്ള പടങ്ങൾ ഒരേ സമയം തിയേറ്ററുകൾ ജനസമുദ്രമാക്കുന്ന കാഴ്ച കണ്ട് ഇന്ത്യൻ സിനിമാ ലോകം അമ്പരന്നു. അവിടെയും അവസാനിച്ചില്ലെന്ന് തെളിയിക്കുകയാണ് ആടുജീവിതം. ഇനി ആവേശവും വർഷങ്ങൾക്ക് ശേഷവും വരാനുണ്ട്. കണ്ടറിയണം ബോക്സ് ഓഫീസ് നിനക്കിനി എന്ത് സംഭവിക്കുമെന്ന്.